Reflex Tech Worldലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യേണ്ടല്ല, ആംപ്ലിഫയറിനെ അസംബിൾ ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടി കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ആംപ്ലിഫയറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി പരിശോധിക്കാം. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സബ്വൂഫർ കൊടുക്കാൻ വേണ്ടിയാണ്, അതായത് AVRന് വേണ്ടിയിട്ട് 2 സബ്വൂഫർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പവേഡ് സബ്വൂഫർ പോലെ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത്. അത് നല്ലൊരു വാട്ടോട് കൂടിയാണ് നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത്തിരി കുറച്ച് വലിയ ക്യാബിനാണ്. ആ വലിയ ക്യാബിൻ എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫോമർ ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഒരു വലിയ ക്യാബിൻ എടുത്തത്. അതുപോലെ തന്നെ ആ ക്യാബിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട് പാനലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. അക്രിലിക്കിൽ ചെയ്തെടുത്താൽ നല്ലൊരു ഫ്രണ്ട് പാനലും കൂടി നമുക്ക് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമർ 50 വോൾട്ടിൽ 16 ആംപിയറിലാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് കൂടിയ രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ടാപ്പിംഗ് വന്നിരിക്കുന്നത് 12 വോൾട്ടിൽ നമുക്ക് ഫാനിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് 12 വോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സബ്വൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത് സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്. അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചാനലിന് 8 ട്രാൻസിസ്റ്ററാണ്, അതായത് 5200 4 എണ്ണം, അതുപോലെ തന്നെ 1943 4 എണ്ണം, അങ്ങനെ വെച്ചിട്ട് 8 ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു ചാനലിന്. അതുപോലെ തന്നെ 2 ചാനൽ, അതായത് 8 അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ 2 ചാനൽ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഡ്രൈവറിൽ ഉപയോഗിച്ചിരിക്കുന്നതും 5200 1943 ഇത് ഡ്രൈവറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആംപ്ലിഫയർ വരുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പവർ സപ്ലൈ ബോർഡാണ്. പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ വരുന്നത് 10000 UF-ന്റെ 80 വോൾട്ടിൽ വരുന്ന 4 കപ്പാസിറ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് മെറ്റൽ ഡയോഡും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫാനിനും അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് വേറെ ചെറിയ ഡയോഡും കപ്പാസിറ്ററൊക്കെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ആംപ്ലിഫയർ നമ്മൾ ഇത്തിരി കൂടിയ വാട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ JBL 1500 വാട്ടാണ് ഇതിനകത്ത് സബ്വൂഫർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഒരെണ്ണമാണ് കൊടുക്കുന്നത്. കസ്റ്റമർ ഒരെണ്ണം അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു JBLൻ്റെ സബ്വൂഫറും ബോക്സും അതുപോലെ തന്നെ ഈ 2 സബ്വൂഫർ വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയറാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഏത് ആംപ്ലിഫയർ ചെയ്താലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും വേണം. അതായത് പവർ ഓൺ സ്വിച്ച്, AC കോഡ്, ഫ്യൂസ്, ഫാൻ, അതുപോലെ തന്നെ കേബിളുകൾ, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, വോളിയം കൺട്രോൾ. അത് നമ്മൾ ഏത് ആംപ്ലിഫയർ ചെയ്യണോ, എങ്ങനത്തെ ക്യാബിൻ മേടിക്കണോ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പം ക്യാബിൻ എങ്ങനെ വരുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള വയറുകളും കാര്യങ്ങളും സ്വിച്ചുകളൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതൊക്കെ എന്തായാലും നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്പീക്കർ പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്ന ആംപ്ലിഫയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും സ്പീക്കർ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ സ്പീക്കർ ഔട്ടിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ആംപ്ലിഫയർ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങൾ. പിന്നെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി നമ്മളിത് അസംബിൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോയിലുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്യേണ്ട. വാട്സപ്പ് കോളാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഡയറക്റ്റ് കോൾ വിളിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ചില സമയത്തൊക്കെ എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. അതായത് ചിലപ്പോൾ കടയിൽ കസ്റ്റമർ ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ പുറത്ത് പോകുന്ന സമയമായിരിക്കും, വണ്ടി ഓടിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ കോൾ എടുക്കാതെ വരുന്നത്. എന്നാലും മാക്സിമം ഞാൻ കോൾ എടുക്കാറുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 11 മണിക്ക് ശേഷം വിളിക്കാൻ നോക്കുക. രാത്രി 10 മണി വരെ ആയാലും ഞാൻ കോൾ എടുക്കാറുണ്ട്, 11 മണി വരെ ആയാലും ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. ഇത് ട്രാൻസ്ഫോമർ വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ 50 നമ്മൾ ട്രാൻസ്ഫോമർ AC വോൾട്ട് ചെയ്തിരിക്കുന്നത്. അത് 16 ആംപിയറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം ഇപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ വീതി തന്നെ വന്നിരിക്കുന്നത് 6 ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത്. അതായത് 16 ആംപിയറിൽ 50 നമ്മൾ ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ടാപ്പിംഗ് 12 ഫാനിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള 12 അങ്ങനെ സെപ്പറേറ്റ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫാനിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു 12 എടുത്തിട്ടുണ്ട്. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫാനിൻ്റെ നോയ്സ് ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം ആംപ്ലിഫയറിലും ഫാനിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടാപ്പിംഗ് എടുത്താണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 12 വോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് ആവേ അങ്ങനെ എന്ത് വന്നാലും അല്ലെങ്കിൽ സ്പീക്കർ ഡാമേജ് വന്നാലും ആംപ്ലിഫയറിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്പീക്കറിൻ്റെ കണക്ഷൻ പോകുന്നതല്ല. അതിന് വേണ്ടിയാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിരിക്കുന്നത് പവർ ട്രിക്കിൻ്റെ തന്നെയാണ്. നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് പവർ ട്രിക്കിൻ്റെ. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർ ട്രിക്കിൻ്റെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പവർ ട്രിക്കിൻ്റെ സ്ഥിരം ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്. വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പവർ ട്രിക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഒരു ചാനലിൽ, ഇപ്പോൾ 2 ചാനലാണിത്. ഒരു ചാനലിൽ 8 ട്രാൻസിസ്റ്ററാണ് 5200 1943 എന്ന് പറഞ്ഞ പെയർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ചാനലിലും 8 ട്രാൻസിസ്റ്ററാണ്
അതായത് 2 പെയർ വെച്ച് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 5200-1943 എന്ന് പറഞ്ഞ തോഷിബയുടെ ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്ഥിരം 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഹീറ്റ് സിങ്ക് നമ്മൾ കുറച്ച് അധികം ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് ചെറിയ രീതിയിൽ ഹീറ്റാവും. അപ്പോൾ ഹീറ്റ് സിങ്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതിൽ വരുന്ന ഹീറ്റ് സിങ്ക് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സെപ്പറേറ്റ് ഹീറ്റ് സിങ്ക് മേടിച്ചിട്ടാണ് ഇതിനകത്ത് ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഫാനും ഒരു കൂളിംഗ് ഫാനും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ അടുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് 10,000-ൻ്റെ 80 വോൾട്ട് കപ്പാസിറ്ററാണ് ഈ കാണുന്നത്. അത് 4 എണ്ണമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 20,000 UF ആണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. 80 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സബ് ഊഫറിന് പ്രീ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ സബ് ഊഫർ ഫിൽറ്ററാണ്. അത് ഈ ഭാഗത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വോളിയം കൺട്രോൾ ചേർത്ത് തന്നെയാണ് സബ് ഊഫറിൻ്റെ ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾക്കൊരു ഏകദേശം ഒരു 40 ഹെഡ്സ് മുതൽ 120 ഹെഡ്സ് വരെയൊക്കെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലാണ് നമ്മളിതിൻ്റെ സബ് ഊഫറിൻ്റെ പ്രീ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഉൾവശം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂസും കാര്യങ്ങളും നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് AVRൽ നിന്ന് 5.2 അല്ലെങ്കിൽ 7.2 എങ്ങനെ വന്നാലും നമുക്ക് 2 സബിനുള്ള ഇൻപുട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് അതിനകത്ത് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ കോഡ് നല്ല ഗേജിൽ കിട്ടാത്തതുകൊണ്ട് സെപ്പറേറ്റ് നമ്മളൊരു പവർ സപ്ലൈ കോഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗേജോട് കൂടിയിട്ടുള്ള 1 സ്ക്വയറിലുള്ള GMൻ്റെ ഒരു 3-പിൻ പ്ലഗ് കൂടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോഡ് എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ബോർഡ് നമ്മൾ ഇതിനകത്ത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള എഴുത്തും കുത്തും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പേര് അടിച്ചിട്ടുണ്ട് റിഫ്ലെക്സ് എന്ന്. അതുകൂടാതെ പവർന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ സബ്വൂഫർ ഓളി എന്നാണ്. അത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ഇത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തത്. പിന്നെ പവർ ഓൺ ചെയ്യാനുള്ളൊരു സിഗ്നലായിട്ട് നമ്മൾ ഇതിനകത്ത് ഈ വോളിയം കൺട്രോളിൽ ചുറ്റുക്കും ഒരു ബ്ലൂ LED ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പുറമെ ഇന്ന് നമ്മൾ ചെയ്ത ആംപ്ലിഫയറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമുക്കൊരു പരിധി കൂടുതൽ ഈ മൈക്കിൽ കൂടെ ഇതിൻ്റെ ബേസ് അറിയാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബേസ് ആക്കുന്തോറും ഈ മൈക്കിൽ പതർച്ചയേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോണിൽ കൂടെ അധികം ക്വാളിറ്റിയിൽ ചിലപ്പോൾ കേൾക്കാൻ സാധിച്ചൊന്നും വരില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ നിങ്ങൾ കണ്ടു. നമ്മൾ തോഷിബയുടെ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്. അത് 8 ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഒരു ബോർഡ് വരുന്നത്. അതുപോലെ തന്നെ 2 ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് RMS വാട്ട് തന്നെ ഏകദേശം 400+400 വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്യിപ്പിച്ചതാണ്, പറഞ്ഞ് തന്നെ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇതിന് ഈ ഇൻഫിനിറ്റിയുടെ സബ്വൂഫറിൻ്റെ പ്രിവ്യൂ ഞാൻ മുന്നേ ചെയ്തതാണ്. അതുപോലെ തന്നെ JBLൻ്റെയും മുന്നേ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ആംപ്ലിഫയറിൽ കൊടുക്കാൻ പോകുന്നത് JBLൻ്റെ 1500 വാട്ട് സബ്വൂഫർ തന്നെയാണ്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, വില പറയാത്തത്. ഇതിൻ്റെ വില വരുന്നത് 15,000 രൂപയാണ്. അത് വരാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫോമറിന് നല്ലൊരു വിലയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ട് പാനൽ, ക്യാബിൻ, പിന്നെ ആംപ്ലിഫയർ, മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വില ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് തന്നെ 5.2, 5.1, അതുപോലെ തന്നെ 7.1, 7.2 എന്ന AVRന് വേണ്ടിയിട്ടാണ്. അതായത് AV റിസീവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അത് കമ്പനി നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഇതേപോലെ തന്നെ സബ്വൂഫറിൻ്റെ അകത്ത് തന്നെയാണ് മിക്കവാറും അതിൻ്റെ ആംപ്ലിഫയർ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആംപ്ലിഫയർ ഉപയോഗിക്കാം. അത് ചെയ്താൽ നമുക്കതിന് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ പുറത്ത് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നാളെ ഒരു കാലത്ത് ഇതിൻ്റെ സർവീസോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ബോക്സ് ഉൾപ്പെടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആംപ്ലിഫയർ മാത്രം കൊറിയർ അയക്കാൽ കൊണ്ടുവരാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാൻ എളുപ്പമാണ്. ബോക്സിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ബോക്സ് ഉൾപ്പെടെ കൊണ്ടുവരേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് AVRൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ ആംപ്ലിഫയർ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. ഇൻപുട്ട് കേബിളും അധികം നീളം വേണ്ട, അതുപോലെ തന്നെ പവർ സപ്ലൈ കേബിളും അധികം നീളം വേണ്ട.
പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് എവിടെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സബൂഫർ നമുക്ക് ഇതേപോലെ വല്ല സ്റ്റെയർ കേസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് എളുപ്പമാണ്. അതാണ് ഇതേപോലെ ക്യാബിനിൽ ചെയ്താലുള്ള ഗുണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബോക്സിൻ്റെ അകത്തും ചെയ്യാം, നമുക്ക് ഇതേപോലെ ക്യാബിനിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയോ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.